അങ്ങനെ നമ്മുടെ അലീനയും സ്റ്റാൻലിയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. നമ്മുടെ സ്റ്റാൻലിക്കാണെങ്കിൽ ഒരുപാട് ചിറ്റുണ്ട്. പ്ലേറ്റിൽ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, ലെഫ്റ്റ് കയ്യിൽ ഫോർക്ക് പിടിക്കാൻ പാടുള്ളൂ, നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ ഒരിക്കലും കൈകൊണ്ട് എടുക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് ചിറ്റ. നമ്മുടെ അലീനയ്ക്കാണെങ്കിൽ ആകെപ്പാടെ സങ്കടം വരുന്നുണ്ട് അവൻ്റെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത്. അലീന ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അവൾക്ക് ചിക്കൻ പീസൊന്നും എടുക്കാൻ പറ്റുന്നില്ല ഫോർക്ക് കൊണ്ട്. എന്തായാലും താഴെ വീഴുന്നുണ്ട്. അത് വീണ് എടുക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റാൻലി ഒരുപാട് ചീത്ത പറയുന്നത്, നിനക്ക് ടേബിൾ മാനേഴ്സ് ഇല്ലേ, താഴെ വീണത് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് അനാഥാലയത്തിൽ ഭക്ഷണം ഇല്ലാതെ ഇരുന്നിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ഭക്ഷണം വേസ്റ്റ് ആക്കണത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് കഴിക്കണമൊക്കെ ഉണ്ട്. നമ്മുടെ സ്റ്റാൻലിക്കാണെങ്കിൽ വലിയ ഇഷ്ടമൊന്നും പെടുന്നില്ല. എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അലീന റൂമിലേക്ക് പോകുന്നു. റൂമിൽ പോയിട്ട് നമ്മുടെ മനുവിനെ വിളിക്കേണ്ടത്. എന്നിട്ട് മനുവിനോട് പറയുന്നുണ്ട്, മനുവേട്ട എൻ്റെ കൂടെ നിൽക്കണേ മനുവേട്ട, ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ്, എനിക്ക് വേറെ ആരുമില്ല എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ മനു പറയുന്നുണ്ട്, നിനക്ക് ഏത് സമയത്ത് എന്നെ വിളിക്കുക അലീന, നീ ദൂരെയാണെങ്കിലും അടുത്താണെങ്കിലും ഞാനുണ്ട് നിൻ്റെ കൂടെ, നിനക്ക് ഒരു വിഷമവും വേണ്ട എന്ന് പറയുന്നുണ്ട്. എന്തായാലും അലീനയ്ക്ക് ഇത് കേൾക്കുമ്പോൾ വലിയ ആശ്വാസമാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ മനു ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗംഗേട്ടനും ശിവനും ചോദിക്കുന്നുണ്ട്, എന്താ ബാലചന്ദ്രൻ വിളിച്ചോ, അലീനെ കൊണ്ടാക്കിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കമലയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് കമല പറയുന്നുണ്ട്, ആ നശിച്ചവളെ കുറിച്ചിട്ട് ഇനി ഒരിക്കലും ഇവിടെ പറയണ്ട, എൻ്റെ മകൻ ഹരി ജയിലിൽ പോകാനുള്ള കാരണേ അവളാണ്. എൻ്റെ മകനെ ഓരോന്ന് കണ്ണും പിടിയൊക്കെ കാട്ടി, പക്ഷേ എൻ്റെ മകൻ അതിലൊന്നും വീണില്ല, അതുകൊണ്ട് അവനെ പീഡന കേസിൽ കുടുക്കിയിട്ട് അവനെ ജയിലിൽ പറഞ്ഞയച്ചു എന്ന് പറയുന്നുണ്ട്. പഠിച്ച കള്ളിയല്ലേ അവൾ, എല്ലാവരുടെയും അലീന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മനുവിനാണെങ്കിൽ ദേഷ്യം എൻ്റെ മനു നേരിട്ട് പറയുന്നത്, അമ്മ എന്തറിഞ്ഞിട്ടാണ് വർത്തമാനം പറയണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമലോട് ചൂടാവുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗംഗേട്ടൻ പറയുന്നുണ്ട്, നിനക്ക് അലീന പോയതിൽ വിഷമം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് അവസാനമായിട്ട് കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല, അവൾ പോകണമെന്ന് എനിക്ക് കാണാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പോവാതിരുന്നത്, പക്ഷേ ഇപ്പം തോന്നുന്നു വലിയച്ച എനിക്ക് അവസാനമായിട്ട് ഒന്ന് അവളെ കാണാമായിരുന്നു എന്നൊക്കെ. എന്താ പക്ഷേ ചെയ്യപ്പോൾ അവൾ പോയി കഴിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനു ഒരുപാട് വിഷമം പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ മനുവിനാണെങ്കിൽ അലീന പോയതിന് ഒരുപാട് വിഷമമുണ്ട്. അലീനയ്ക്ക് അവിടെ മനുവിനെ കാണാഞ്ഞിട്ട് വല്ലാതെ വിഷമിച്ചിട്ട് അവളിങ്ങനെ ഒറ്റപ്പെട്ട ഒരവസ്ഥ, ആരും ഇല്ലാത്തൊരവസ്ഥയിൽ കഴിയണ പോലെ തോന്നുന്നുണ്ട്. എന്തായാലും ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.